ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം തോന്നുവാണെങ്കിൽ അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്ത് പോയി സ്വീറ്റ്സൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് അല്ലേ. അപ്പം വീട്ടിൽ ഇരിക്കുന്ന സാധനം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതായത് പഞ്ചാര പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതെങ്ങനെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവേ. ഞാൻ ഇപ്പോൾ തരിയുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കാൻ. നിങ്ങളുടെ ഈ തരിയുള്ള അല്ലെങ്കിൽ നോർമൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ 3 കപ്പ്, നമ്മൾ ഏതെങ്കിലും കട്ടോരിയോ ഗ്ലാസ്സോ എന്തെങ്കിലും അളവിനെടുത്താൽ മതി. ആ ഗ്ലാസ്സിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പാണെങ്കിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നോർമൽ ഗോതമ്പ് പൊടി ഇടുവാണെങ്കിൽ 2.5 കപ്പാണെങ്കിൽ നമുക്ക് നോർമൽ ഗോതമ്പ് പൊടി എടുക്കുക. 1/2 കപ്പ് നമുക്കാണെങ്കിൽ റവ ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 കപ്പ് നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ എത്രയും ടൈറ്റ് പറ്റുന്ന വെച്ചാൽ അത്രയും നല്ല ടൈറ്റ് ആയിട്ടുള്ള ആട്ട നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, ലൂസായിട്ട് അങ്ങനെ കുഴക്കാൻ പാടില്ല. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ. നമ്മളിപ്പോൾ നെയ്യുടെ ക്വാണ്ടിറ്റി നന്നായിട്ട് ഇട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. ഒരു 2 വട്ടം ഞാൻ ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം അത്രേൻ്റെ ആവശ്യം എനിക്ക് വന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും മതി കേട്ടോ. നമ്മൾ നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യം അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ കയ്യിലൊരു പിടി പരുവത്തിനാക്കി കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ആക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ നോക്കി നോക്കണേ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എൻ്റെ ഇപ്പോൾ പാകത്തിനാവുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര ടൈറ്റാണെന്ന് ഇടുമോ. എന്നുവെച്ചാൽ നമുക്ക് പൊടിയെല്ലാം മിക്സ് ആയിട്ടില്ലല്ലോ, ഒരുപോലെ ആയിട്ടില്ല. അത് കാരണം കൊണ്ട് അപ്പോൾ ഇതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പിടി പരുവത്തിനാക്കി എടുക്കാം. നന്നായിട്ട് അമ്മക്കി എടുക്കണേ. എന്നുവെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഞാൻ ഒരു സൈഡിലാണെങ്കിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എടുക്കാനായിട്ട്. വെളിച്ചെണ്ണ അല്ലാത്ത എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ അത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ, ഒത്തിരി അങ്ങ് ഡാർക്കിഷ് ബ്രൗൺ ആക്കണ്ട, എന്നാലും ഒരു നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും നമുക്ക് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ പച്ച പോലെ ആണെന്നുള്ള ചവയ്ക്കും കേട്ടോ. അങ്ങനെ നമുക്ക് തോന്നും. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. എത്രയും ലോ ഫ്ലെയിമിൽ നമ്മളിത് വറുത്തെടുക്കുന്നു അത്രയും ലഡുവിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പാകത്തിനായി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കാണെങ്കിൽ സെക്കൻഡ് ബാച്ച് ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഇട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ലേ, അതൊന്ന് നമുക്ക് പൊട്ടിച്ചൊരു പാത്രത്തിലാക്കി നിരത്തിയിടാം കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തണുത്തിട്ടാനായിട്ട് ഒത്തിരി അങ്ങ് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചൂട് വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെയ്യുടെ ക്വാണ്ടിറ്റി അധികം ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടുള്ളപ്പോൾ തന്നെ നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടും എല്ലാം കൂടെ ഒന്ന്. അപ്പോൾ സെക്കൻഡ് ബാച്ചും നമ്മുടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയണം നമുക്ക് തോന്നുന്നു, കട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ ഗോതമ്പ് ഇടയുന്ന വലിയ അരിപ്പയില്ലേ, അതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ടങ്ങ് മിക്സിയിലും പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇതെല്ലാം മുറിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാർ എടുക്കാം. ഇനി ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 7-8 നമുക്കാണെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ജാതിക്ക 2 കഷ്ണം ജാതിക്കയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇപ്പോൾ പഞ്ചസാര പൊടി നമുക്കിവിടെ റെഡിമെയ്ഡ് മാർക്കറ്റിൽ കിട്ടും കേട്ടോ, മേടിക്കാൻ. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം വേണമെങ്കിൽ ശർക്കര എടുക്കുക. 1.5 കപ്പ് ഞാൻ പഞ്ചസാര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകരം 1.5 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. നൂൽപ്പാകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത്രയും നമുക്കാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ശർക്കരയാണ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലഡു ഉണ്ടാക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ നെയ്ക്കകത്ത് വറുത്ത് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയൊക്കെ എല്ലാം വറുത്ത് കോരി എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് ഞാനാണെങ്കിൽ നെയ്യ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൊണ്ട് നമുക്ക് അതിനകത്ത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് എടുത്ത് എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി.
നിങ്ങൾ ശർക്കര ഇട്ട് ചെയ്യുവാണെങ്കിൽ ശർക്കര ഇടുമ്പോൾ നമുക്ക് ഇത്ര അധികം നെയ്യുടെ ആവശ്യം വരത്തില്ല കേട്ടോ. ഒരു അരക്കപ്പോ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ആവശ്യം വരും. അരക്കപ്പും കൊണ്ട് ആവും കേട്ടോ. ശർക്കരയില്ല പെട്ടെന്ന് തന്നെ ആവും. പക്ഷേ ശർക്കര ആകുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ലഡുവിൻ്റെ ഫോമിലാക്കി എടുക്കണം കേട്ടോ നമുക്കത്. അപ്പോൾ ഞാനാണെങ്കിൽ മുഴുവൻ നെയ്യകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലഡു ആക്കാൻ നോക്കിയപ്പോൾ അതായി വന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് മുഴുവൻ നെയ്യകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ലഡു ഉണ്ടാക്കിയെടുക്കാം. ചെറുതോ വലുതോ എങ്ങനത്തെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് ലഡുവാണേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഉണ്ടാക്കി എന്നിട്ട് അതിന് ശേഷമാണെങ്കിൽ കുറച്ച് കസ്കസ് ഇതുപോലെ ഒന്ന് അതിന് മുകളിൽ കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കാണാൻ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ലഡു റെസിപ്പി അത്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന പോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.